അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എപ്പോഴും വിനയത്തോടു കൂടെയുള്ള ജീവിതമാവണം. പറഞ്ഞു വരുന്നത് നമ്മൾ ഒരിക്കലും അഹങ്കാരം കൊണ്ട് നടക്കരുത് എന്നാണ്. വിനയത്തോടു കൂടെയുള്ള ജീവിതം, വലിയവരെ കാണുമ്പോൾ ബഹുമാനിക്കുകയും ചെറിയവരോട് കരുണ കാണിക്കുക എന്നൊരു രീതിയിലേക്ക് നാം മാറണം. ഇന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ മക്കളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇന്ന് ആർക്കും ബഹുമാനം എന്ന് പറയുന്നത് ഇല്ല. ഇത് പറയുന്നത് ഞാൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ആളാണ്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ബഹുമാനക്കുറവുള്ള വിദ്യാർത്ഥികളുണ്ട്. അത് എന്തുകൊണ്ട് വന്നു, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ആ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും വരുന്ന സംഭവമാണ്. രക്ഷിതാക്കൾ എങ്ങനെയാണോ വിദ്യാർത്ഥികളുടെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്, കാണിച്ചു കൊടുക്കുന്നത്, അതായിരിക്കും അവരുടെ മക്കൾ വളർത്തിയെടുക്കുക എന്നുള്ളത്. അവരത് കണ്ടല്ലേ വളരുന്നത്. ഇപ്പോ ഒരു രക്ഷിതാവ് എന്താണോ വീട്ടിൽ നിന്നും ചെയ്യുന്നത് ഈ കുട്ടി കാണുന്നത്, ഈ കുട്ടി ഈ രക്ഷിതാവിനെ കണ്ടിട്ടായിരിക്കും പഠിക്കുക. അതുകൊണ്ട് നമ്മൾ പോയി നല്ലതുപോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം മക്കൾക്ക്. വിനയം എന്ന് പറയുന്നത് അത് സ്വമേധയാൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അല്ലാതെ മറ്റാരെങ്കിലും പറഞ്ഞു തന്നത് കൊണ്ടല്ല നാം വിനയം കാണിക്കേണ്ടത്. വലിയവരെ കാണുമ്പോൾ ബഹുമാനിക്കുകയും ചെറിയവരെ കാണുമ്പോൾ കരുണ കാണിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. വലിയവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് നാം പഠിച്ചതാണ്. അപ്പം വിനയം കാണിക്കണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം തന്നെയാണ്. വിനയം എന്നത് എവിടൊക്കെ വരണം? നമ്മുടെ ജീവിത ശൈലിയിൽ മൊത്തം വിനയം കൊണ്ടുവരണം. നാം ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നാം എന്ത് ചെയ്യണം? ഒരു വിനയത്തോടു കൂടെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. നമ്മുടെ വസ്ത്രമാവട്ടെ, ഇനി നമ്മുടെ ഭക്ഷണ വസ്തുക്കളാവട്ടെ, നാം ഉപയോഗിക്കുന്ന ഫോണും അതുപോലെ പേനയും വാഹനവും എല്ലാത്തിലും ഒരു വിനയം വേണം. നാം വിനയത്തോടു കൂടെ അതിനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സൗമ്യമായിട്ട് ഒരു പ്രശ്നങ്ങളുമില്ലാതെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വസ്തുവും നമുക്ക് കേടായിട്ട് വരില്ല എന്നതാണ്. നമ്മൾ ഒരാളെ കണ്ടു, അദ്ദേഹത്തോട് വളരെ ക്രൂരമായിട്ട് വലിയ ശബ്ദത്തോടു കൂടെ സംസാരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ആ മനുഷ്യന് നമ്മോട് വെറുപ്പുണ്ടാവും. ഇനി നമ്മുടെ കയ്യിൽ ഒരു പേനയുണ്ട്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഉണ്ട്, അല്ലെങ്കിൽ വാഹനമുണ്ട്. ഈ വാഹനം നാം വേണ്ട രൂപത്തിലല്ല, ഒരു സ്പീഡോടുകൂടെ കുണ്ടും കുഴിയൊന്നും നോക്കാതെ ഗട്ടറിലൂടെ അടിച്ചു വിടുകയാണെങ്കിൽ ആ വാഹനം ഏറിപ്പോയ ഒരു മാസമോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോടുകൂടെ തന്നെ ആ വാഹനം കേടുവരും. അതെന്തുകൊണ്ടാണ്? ഈ വാഹനത്തെ ഉപയോഗിക്കുന്നത് അതിൻ്റെതായ രീതിയിലല്ല, വെറും മോശമായ രീതിയിൽ വിനയമില്ലാതെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ പ്രശ്നം വരുന്നത്. അപ്പൊ വിനയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ശൈലിയാക്കി മാറ്റണം എന്നർത്ഥം. ഓരോരുത്തർക്ക് കൊടുക്കേണ്ട സ്ഥാനങ്ങളെ നാം കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഇത് ബാധിക്കുമെന്നർത്ഥം. ഒരുപാട് ഹദീസുകൾ വിനയത്തെ കുറിച്ച് പറഞ്ഞതായിട്ട് കാണാം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ചെറിയ മക്കളെ കണ്ടു കഴിഞ്ഞാൽ സലാം പറയാറുണ്ട് എന്നാണ്. അപ്പൊ ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, ചെറിയ മക്കളെ കണ്ടാൽ സലാം പറയാറുണ്ട്, അത് വിനയത്തിന്റെ ഭാഗമാണ് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടികളെ കണ്ടാൽ ബഹുമാനിക്കണം എന്ന് മുത്തുനബി പഠിപ്പിച്ചു കൊടുത്തപ്പോ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ ചെയ്തു. ഇതൊരു ഉദാഹരണമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരിക്കൽ ആയിഷ ബീവിയോട് ചോദിച്ചു, സഹാബത്ത് വന്ന് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് എന്ന് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോ ആയിഷ ബീവി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലുള്ള സമയത്ത് ഭാര്യമാരെ സഹായിക്കാറുണ്ട് വീട്ടിലുള്ള സമയത്ത്. എന്നാൽ പള്ളിയിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ പള്ളിയിലേക്ക് പോകാറുമുണ്ട് എന്ന് ആയിഷ ബീവി പറയുന്ന ഹദീസുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടിലും മറ്റുള്ളവരോടൊക്കെ വിനയത്തോടു കൂടെയായിരുന്നു ഓരോരുത്തർക്ക് കൊടുക്കേണ്ട രീതിയിലുള്ള സ്ഥാനത്തെ ബഹുമാനിച്ചുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്നത്. ആ മുത്തുനബിയാണ് നമുക്ക് മാതൃക. നാം അഹങ്കാരം എപ്പോഴാണ് വരുന്നത്? വിനയം ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് അഹങ്കാരം വരിക. അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ വിനയം നഷ്ടപ്പെടും. ഒരാളോട് നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. ഞാനാണ് വലിയവൻ എന്ന ചിന്തയോട് നടക്കുമ്പോൾ നമുക്ക് ആരുടെ മുമ്പിലും താഴ്ന്നു കൊടുക്കാനുള്ള ഒരു അവസരമോ ഒരു ചിന്തയോ നമുക്ക് ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരിക്കലും വരരുത്. അതുപോലെ തന്നെയാണ് മറ്റൊരു ഹദീസ് കാണാം, നാം ഭക്ഷിക്കുന്ന ഭക്ഷണം, അതിനോട് നാം എന്ത് ചെയ്യണം? വളരെയധികം ബഹുമാനം കാണിക്കണം. എങ്ങനെയാണ്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാം നമ്മുടെ കൈ വിരലുകളിലുള്ളത് നാം എന്ത് ചെയ്യണം? അതിനെ ശരിക്കും വടിച്ചെടുത്ത് നാം ഭക്ഷിക്കണം. നമ്മുടെ ഭക്ഷണപാത്രം അതിൽ നിന്നും നാം ശരിക്കും വടിച്ചെടുത്ത് നാം അതിനെ ഭക്ഷിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണത്തിൽ താഴെ പോയി കഴിഞ്ഞാൽ
ആ ഭക്ഷണം എടുത്ത് അതിലുള്ള പൊടി കളഞ്ഞുകൊണ്ട് അത് നാം ഭക്ഷിക്കണം എന്നതാണ്. ഏതിനാണ് ബറക്കത്തുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. മാത്രവുമല്ല, അത് ശൈത്വാനിന് തിന്നാൻ കൊടുക്കും ചെയ്യരുത് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു വരുന്നത്, നാം ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിലും എന്ത് വേണം? ഒരു വിനയത്തോടു കൂടെ ആയിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്നാൽ നമുക്ക് വിജയം ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.